ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പുണ്യകർമ്മങ്ങൾ, ഇബാദത്തുകൾ, അതിന്റെ വിവിധ രൂപങ്ങളെ സംബന്ധിച്ചായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത്. വഴികളിൽ കാണുന്ന തടസ്സങ്ങളും പ്രയാസപ്പെടുത്തുന്ന മുള്ളുകൾ, കല്ലുകൾ, ചളികൾ, അതുപോലെ അഴുക്കുകൾ, അതൊക്കെ നീക്കുക എന്നതുപോലും വലിയ പുണ്യകർമ്മമാണ് എന്ന് നാം പഠിച്ചു. അതുപോലെ ധാരാളം നാം സാധാരണ ചെയ്യാറുള്ള ഹലാലാണെന്ന് മാത്രം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇബാദത്താക്കി മാറ്റാനും പുണ്യകർമ്മമാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. അതിന് ചില രൂപങ്ങൾ നമുക്ക് ഇനിയും പറയാം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു അവര് പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ. മുതലാളിമാര്, പൈസക്കാര്, അവര് ധാരാളം ദീനിനു വേണ്ടി ധർമ്മം ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടില്. അവര് വലിയ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു, അവർ കൊണ്ടുപോകുന്നു. യുസല്ലൂന കമാ നുസല്ലി. നിസ്കരിക്കുന്നു അവര്, ഞങ്ങളും നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവർ നിസ്കരിക്കുന്നത്, ഞങ്ങളും അവരും അതിൽ തുല്യമാണ്. വയസൂമൂന കമാ നസൂമു. ഞങ്ങൾ നോമ്പനുഷ്ഠിക്കും പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു. വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം. അവരുടെ ധനത്തിൽ നിന്നും ബാക്കിയുള്ളത്, ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവര് സ്വതക്ക ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാനുള്ള സമ്പത്ത് ഇല്ലല്ല നബിയേ. അപ്പോൾ ഞങ്ങളെക്കാളും അവർക്ക് സ്ഥാനം വർദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രതിഫലം കുറഞ്ഞു പോകുമോ നബിയെ? സ്വതക്ക ചെയ്യാനും സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ല നബിയെ. ഞങ്ങളുടെ അടുക്കൽ അതിനുള്ള പൈസ ഇല്ലല്ലോ. നാം നേരത്തെ പറഞ്ഞിരുന്നു, സമ്പത്ത് സമ്പാദിക്കുന്നത് ഇസ്ലാം വിരോധിക്കുന്നില്ല. പക്ഷേ അത് സാധുക്കളെ സംരക്ഷിക്കാനും ദീനിനെ വളർത്താനും നന്മകളിൽ ചെലവഴിക്കാനുമായിരിക്കണം. ഏതായിരിക്കട്ടെ, ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സാധുക്കളെ സംരക്ഷിക്കാനും ദീനിനെ സഹായിക്കാനും സ്ഥാപനങ്ങളെ സഹായിക്കാനുമൊക്കെ പണം സമ്പാദിച്ച് അധ്വാനിക്കുന്നത്, ആ ജോലി ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമാണ്. ആ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഒരു വിഹിതം നമ്മുടെ മദ്രസകൾക്ക്, പള്ളികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, ഇൽമിന്റെ സേവനങ്ങൾക്ക്, മറ്റു ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുക എന്നത്, അതിനുവേണ്ടി ജോലിക്ക് പോകുക എന്നത് പുണ്യകർമ്മമാണ്. നമ്മുടെ വീട്ടിലെ ഭാര്യക്ക്, കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക്, മക്കൾക്ക്, കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി, അവരുടെ ഭക്ഷണത്തിന്, അവരുടെ വസ്ത്രത്തിന്, അവരുടെ വീടിന്, അവരുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോകുക എന്നതും ജോലി ചെയ്യുക എന്നതും പുണ്യകർമ്മമാണ്. പക്ഷേ നിസ്കാരമൊക്കെ കൃത്യമായി സമയം തെറ്റാതെ നിർവഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതായിരിക്കട്ടെ, കൂട്ടര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട്, മുതലാളിമാരൊക്കെ ധാരാളം ധർമ്മം ചെയ്യുന്നു, ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ നബിയെ എന്ന് സങ്കടം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മറുപടി, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂന ബിഹി. നിങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്ര പുണ്യകർമ്മങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്കും ചെയ്തുകൂടെ? ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സ്വദഖ. നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും മറ്റുമൊക്കെ ധാരാളം സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹുകൾ ചൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലെങ്കിൽ നമുക്കറിയുന്ന തസ്ബീഹുകൾ ചൊല്ലുകയാണെങ്കിൽ, അത് ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. വകല്ലി തക്ബീറത്തിൻ സ്വദഖ. നിങ്ങളെ തക്ബീറുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ
അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വതക്കയാണ്, ദാനധർമ്മങ്ങൾ ചെയ്ത പ്രതിഫലമാണ്. വകുല്ല തഹ്മീദത്തിൻ സ്വതക്ക, വകുല്ലി തഹ്മീദത്തിൻ സ്വതക്ക. നിങ്ങൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നിങ്ങനെ നിങ്ങളുടെ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ ദിവസം ഒരു 100 സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, അല്ലെങ്കിൽ 1000 തവണ, അല്ലെങ്കിൽ തക്ബീർ ചൊല്ലുന്നു, അല്ലാഹു അക്ബർ ചൊല്ലുന്നു, അല്ലെങ്കിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചൊല്ലുന്നു. നമുക്ക് മൊബൈൽ തോണ്ടിയിരിക്കാൻ നേരല്ല. മൊബൈൽ തോണ്ടിയിരിക്കുന്നത് കൊണ്ട് മറ്റൊന്നിനും നേരല്ല. ആ സമയം മതി 100ഉം 1000ഉം തസ്ബീഹ് ചൊല്ലാൻ, തഹ്മീദ് ചൊല്ലാൻ. ദിവസവും അല്പം ദിക്ർ ചൊല്ലുന്നവരാവണം നമ്മൾ. അല്പം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 100ഓ 500ഓ ചൊല്ലണം. അൽഹംദുലില്ലാ ചൊല്ലുന്നവരാകണം. അല്ലാഹു അക്ബർ ചൊല്ലുന്നവരാവണം. ഒരു പതിവായ ദിക്ർ വേണം. നബി തങ്ങൾ വീണ്ടും പറയുന്നു, കുല്ലു തഹ്ലീലത്തിൻ സ്വതഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ യാത്ര പോകുമ്പോയാവട്ടെ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോയാവട്ടെ, ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനി അവര് ധർമ്മിഷ്ഠന്മാർ, ധർമ്മം ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കില്ല മക്കളെ എന്ന് മുത്തുനബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വെറുതെ ഇരിക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലുക, തസ്ബീഹുകൾ ചൊല്ലുക, അല്ലെങ്കിൽ ദിവസം 1000 തവണ വീതം ചൊല്ലുക, അല്ലെങ്കിൽ 500 തവണ വീതം ചൊല്ലുക, അല്ലെങ്കിൽ എണ്ണം എത്രയാണെങ്കിലും തെഹ്ലീലുകൾ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 70,000 തെഹ്ലീല് ഒരാൾ ചൊല്ലിത്തീർത്താൽ അവൻക്ക് നരകമോചനമുണ്ട്. മരണത്തിന് മുമ്പ് ആവർത്തിച്ച് തെഹ്ലീലുകൾ ചൊല്ലുക. ഒരു ദിവസം 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 70 ദിവസം കൊണ്ട് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. 70 ദിവസം എന്ന് പറഞ്ഞാൽ 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കൂട്ടിക്കോ. 500 വീതം ചൊല്ലുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഏതായാലും തീരില്ലേ. ഇങ്ങനെ തെഹ്ലീലുകൾ വർദ്ധിപ്പിച്ചാൽ, അങ്ങനെ ചെയ്യുക എങ്കിൽ അതൊക്കെ സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. 70,000 ചൊല്ലിയാൽ നരകമോചനം ലഭിക്കുന്നതാണെന്ന് കാണാം. നബി തങ്ങൾ ഇവിടെ ബാക്കി പറയുന്നു, അംറും ബിൽ മഅറൂഫി സ്വതഖ. ഒരു നല്ല കാര്യം മറ്റൊരാളോട് കൽപ്പിക്കുക എന്നത് സ്വതക്കയാണ്, പുണ്യകർമ്മമാണ്. ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നത് പുണ്യകർമ്മമാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ഇന്ന കാര്യം, നിങ്ങൾ മക്കളെ ഇന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു സംഭവം, ചരിത്രം നമ്മൾ പഠിച്ചത് ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്കൊരു പുണ്യകർമ്മം, സ്വലാത്ത് ചൊല്ലിയാലുള്ള പുണ്യങ്ങൾ, തസ്ബീഹ് ചൊല്ലിയാലുള്ള പുണ്യങ്ങൾ, സുന്നത്ത് നിസ്കരിച്ചാലുള്ള മഹത്വങ്ങൾ, നോമ്പനുഷ്ഠിച്ചാലുള്ള മഹത്വങ്ങൾ, മാതാപിതാക്കളെ ബഹുമാനിച്ചാലുള്ള മഹത്വങ്ങൾ, കുടുംബത്തിനെ സ്നേഹിച്ചാലുള്ള മഹത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ, നന്മ കൽപ്പിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ചാൻസ് കിട്ടുമ്പോൾ ഇന്ന് പലപ്പോഴും നന്മ കൽപ്പിക്കുക എന്നത് ഇല്ലാതെയായിട്ടുണ്ട്. ചാൻസ് കിട്ടിയ മറ്റുള്ളവന്റെ ഗീബത്ത് പറയലാ നമ്മുടെ പണി. ഒരു നല്ല കാര്യം നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ ഇത് വലിയ പുണ്യകർമ്മാണ്, അതിന്റെ പ്രതിഫലം ഇന്നതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നബി തങ്ങൾ വീണ്ടും പറയുന്ന, നഹിയുന്നനിൽ മുങ്കരി സ്വതക്ക. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നത്, ഒരു തിന്മ കണ്ടാൽ അത് വിരോധിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്, കുറ്റമാണെന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെ കുടുംബത്തിന്, നമ്മളെ അയൽവാസികൾക്ക്, നമ്മളെ ബന്ധുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ തിന്മ വിരോധിക്കുക. ഒരു തിന്മ കാണുമ്പോൾ ഉണ്ടാതിരിക്കരുത്, അത് തെറ്റാണെന്ന് പറയണം. കുട്ടികളിങ്ങനെ ഒരു ഫോട്ടോ, സൂറത്ത് വരയ്ക്കുകയാണ് ജീവിയുടെ, അപ്പോൾ അങ്ങനെ വരക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ അനാവശ്യമായ ഗെയിം കളിക്കുകയാണ്, അത് ഹറാമായ ഗെയിമാണെങ്കിൽ അത് തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കണം. പകിട കളിക്കുകയാണ്, അത് ഹറാമാണ്, അത് തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഹറാമായ ഔറത്ത് മറക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ തിന്മ വിരോധിക്കല് സ്വതക്കയാണ്. വഫീബുദൈഅഹദിക്കും സ്വതക്ക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെ ഗുഹ്യസ്ഥാനത്തിനും സ്വതക്കയുണ്ട് എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനം കൊണ്ട് നന്മ ചെയ്യുന്നത് സ്വതക്കയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, സംശയം, നബിയെ, യഅതി അഹദുനാ ശഹവത വയകൂനു ഫീ ലഹു ഫീഹാ അജ്റുൻ.
ഞങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയുടെ അരികിലേക്കോ ഭർത്താവിന്റെ അരികിലേക്കോ അവരുടെ വൈകാരിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകയാൽ അതിൽ പ്രതിഫലം ലഭിക്കുമോ, അതിൽ കൂലി ലഭിക്കുമോ, അത് പുണ്യകർമ്മമാണോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലും പുണ്യകർമ്മമുണ്ടെന്ന് പഠിപ്പിച്ചു. അതും പുണ്യമാണ്, ഇബാദത്താണ്, ആരാധനയാണ്. അത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. അറഅയ്തും ലൗ ലളഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി വിസ്റുൻ. ആ വൈകാരിക ആവശ്യത്തിന് ഹറാമായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് കുറ്റമല്ലേ? ഫകദാലിക ഇദാ വളഅ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ. അത് ഹലാലിനാണ് ചെലവഴിക്കുന്നതെങ്കിൽ അവൻക്ക് വലിയ പ്രതിഫലം പരലോകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ബന്ധങ്ങൾ അതുവരെ പുണ്യകർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഉറക്ക് പുണ്യകർമ്മമാകും. ചിലപ്പോൾ ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടി ഉറങ്ങുന്നത് പുണ്യമാണ്, ജോലി ചെയ്യുന്നത് പുണ്യമാണ്, വീട്ടുജോലി ചെയ്യുന്നത് പുണ്യമാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത് പുണ്യമാണ്, കുളിക്കുന്നത് വൃത്തിയാക്കാൻ വേണ്ടിയും ചീത്ത വാസന ഇല്ലാതാക്കാൻ വേണ്ടിയും കുളിക്കുന്നത് പുണ്യമാണ്, യാത്രകൾ പുണ്യമാണ്, അതുപോലെ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുന്നത് പുണ്യമാണ്, കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു ഒരാളെ സഹായിക്കലല്ലേ, സഹായം ചെയ്യൽ പുണ്യമല്ലേ? ഇങ്ങനെ പുണ്യകർമ്മമാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ലൈംഗികമായ ബന്ധങ്ങൾ നടക്കുന്നത് പുണ്യകർമ്മമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഹലാലാണെന്ന് മാത്രം മനസ്സിലാക്കിയ കാര്യം വരെ നിയ്യത്ത് നന്നാക്കിയാൽ അതൊക്കെ പുണ്യകർമ്മമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനിയും ഇത് പറ്റ ഹദീസാണ് ഞാൻ വായിച്ചത്. ഇനിയും ധാരാളം ഈ വിഷയത്തിൽ പല ചർച്ചകളും തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നന്മകൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം പുണ്യകർമ്മങ്ങളൊക്കെ നാം ധാരാളം ചെയ്യണം. അതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടേ ചെയ്യണം. അപ്പോഴാണ് പരലോകത്ത് അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സഹായിക്കുക, അവരോട് സ്നേഹത്തോടെ പെരുമാറുക, അതൊക്കെ പുണ്യങ്ങളാണ്, നന്മകളാണ്, ഇബാദത്തുകളാണ്. നന്മയിൽ നമ്മുടെ ജീവിതത്തെ ചെലവഴിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നന്മയാക്കി മാറ്റാൻ കഴിയും. ഇബാദത്താണെന്ന നിയ്യത്തിൽ ചെയ്യണം എന്ന് മാത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.